CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകളുടെ വരവറിയിച്ച അത്തമെത്തി. 10ാം നാൾ മലയാളികളുടെ പ്രിയപ്പെട്ട തിരുവോണം. മുറ്റത്ത് പൂക്കളങ്ങൾ വിരിഞ്ഞു തുടങ്ങി. ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചാവക്കാട് മേഖലയിൽ പപ്പട നിർമ്മാണം സജീവമായി. സദ്യയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ് പപ്പടം. ഓണത്തിന്റെ വരവറിയിച്ച അത്തം പിറന്നതോടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ ഭക്തരുടെ പൂക്കളം വിരിഞ്ഞു തുടങ്ങി. ഇനി തിരുവോണം വരെ 10 ദിവസവും ഗുരുവായൂരപ്പന് മുന്നിൽ വലിയ പൂക്കളങ്ങൾ വിടരും. ആദൂർ മഹാത്മാ ലോവർ പ്രൈമറി സ്കൂൾ മുറ്റത്ത് കാർഷിക ക്ലബ്ബ് ഒരുക്കിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് കുരുന്നുകൾക്ക് ആഹ്ലാദമായി. സ്കൂളിലെ കാർഷിക ക്ലബ്ബിന്റെ നേതൃത്വത്തിലായിരുന്നു ചെണ്ടുമല്ലി കൃഷി. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് 2023-24 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ ഗ്രൂപ്പുകൾക്ക് വിതരണം ചെയ്ത ചെണ്ടുമല്ലി തൈകളുടെ വിളവെടുപ്പ് നടത്തി. അന്തരിച്ച സംവിധായകനും പ്രശസ്ത നാടക നടനുമായ സോബി സൂര്യഗ്രാമത്തിന് നാടിന്റെ യാത്രാമൊഴി. തൃശൂർ ചൂണ്ടൽ പയ്യൂർ കണ്ണംചേരി ഭാസ്കരൻ ജാനകി ദമ്പതികളുടെ മകനാണ്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അർബുദ ചികിത്സയിൽ കഴിയുന്നതിനിടെ വ്യാഴാഴ്ച രാത്രിയായിരുന്നു അന്ത്യം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. വെള്ളിയാഴ്ച പുലർച്ചെയാണ് സുരേഷ് ഗോപി ദർശനത്തിനെത്തിയത്. കുന്നംകുളം നഗരസഭയിൽ മിനി കോൺഫറൻസ് ഹാൾ തുറന്നു. കുടുംബശ്രീ ഓഫീസിനു മുകൾ നിലയിൽ സജ്ജമാക്കിയ മിനി കോൺഫറൻസ് ഹാൾ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. മാറഞ്ചേരി കാഞ്ഞിരമുക്കിൽ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഓട്ടോ ഡ്രൈവറുടെ നില അതീവ ഗുരുതരം. മാറഞ്ചേരി കാഞ്ഞിരമുക്ക് തൊണ്ണൂറുമ്പക്കാവ് ക്ഷേത്രത്തിന് കിഴക്കുഭാഗം താമസിക്കുന്ന സുജിത്താണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മാലിന്യമുക്തം നവകേരളം കണ്ടാണിശ്ശേരി പഞ്ചായത്ത് തല നിർവ്വഹണ സമിതി രൂപീകരണ യോഗം നടന്നു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് EK നായനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. വിശിഷ്ട സേവനത്തിന് 2024 മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ K സഗുണിനെ എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബ് ആദരിച്ചു. ഗണേശോത്സവത്തോടനുബന്ധിച്ച് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ സാംസ്കാരിക സന്ധ്യ സംഘടിപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പുരാതനമായ മതിൽക്കെട്ടും നടപ്പുര ഗോപുരവും തകർന്നിട്ട് 3 മാസം പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണി നടത്താതെ അധികൃതർ. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുന്നയൂർ പഞ്ചായത്തിലെ വളയംതോട് കണ്ണഞ്ചിറ പാടത്ത് ശുചിമുറി മാലിന്യം തള്ളിയ ടാങ്കർ ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിടാതെ തുടരുന്ന മഴ ചില ഭാഗങ്ങളിലെ വിരിപ്പ് കൃഷിക്ക് പ്രതിസന്ധിയാകുന്നു. അടിക്കടി വെള്ളക്കെട്ടുണ്ടായതോടെ താഴ്ന്ന ഭാഗങ്ങളിലുള്ള നെൽച്ചെടികളുടെ വളർച്ച മന്ദീഭവിച്ച നിലയിൽ. കുന്നംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നൃത്ത സംവിധാനത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ആനായിക്കൽ സ്വദേശി ജിഷ്ണുദാസിനെ ആദരിക്കുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 6:45 നടക്കുന്ന ചടങ്ങിന് ശേഷം ഓഗസ്റ്റ് 28 നടക്കേണ്ടിയിരുന്ന കൊല്ലം ആവിഷ്കാരയുടെ സൈക്കിൾ നാടകാവതരണവും ഉണ്ടാകും. ചാവക്കാട് നഗരസഭയുടെ പരിധിയിലെ മയക്കുമരുന്നിനും വ്യാജമദ്യത്തിനും കുറിച്ച് അവബോധം നൽകുന്നതിന്റെ ഭാഗമായി ജനജാഗ്രതാ സമിതി രൂപീകരിച്ചു. സേവാഭാരതി പുന്നേർകുളം യൂണിറ്റ് നവീകരിച്ച് നൽകിയ വീടിന്റെ സമർപ്പണവും താക്കോൽദാനവും നടത്തി. KSFE എംപ്ലോയീസ് അസോസിയേഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച 7.5 ലക്ഷം രൂപ മുഖ്യമന്ത്രിക്ക് കൈമാറി. വേലൂർ ഗവൺമെന്റ് രാജാസ രാമോർമ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം സെപ്റ്റംബർ 8-ാം തീയതി ഉച്ചതിരിഞ്ഞ് 2:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തലമുറകൾക്ക് അക്ഷരവെളിച്ചം പകരുന്ന ഗുരുനാഥരെ ആദരിച്ച അധ്യാപക ദിനാഘോഷം. വിവിധയിടങ്ങളിൽ വ്യത്യസ്തമായ ആഘോഷ പരിപാടികൾ നടന്നു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.